की जय, भारत माता की जय, भारत माता की जय, भारत माता की जय, भारत माता की जय. പതാക ഉയർത്തിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുപരിപാടികളിലും സമരങ്ങളിലും പ്രതിഷേധ പരിപാടികളിലും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കാണുന്നത്. ഭാരത് മാതാക്ക് വിജയ് വിളിക്കുന്നു. ഇത് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുടെ ബേസ് എന്താണ്? ഈ ചോദ്യം ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പതാക എന്നും പ്രിയപ്പെട്ടതാണ്. ഭാരത് മാതാക്ക് ജയ് എന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ ഒന്നല്ല. ഈ മഹത്തായ നാടിന്റെ എല്ലാ ദേശസ്നേഹ മൂല്യങ്ങളെയും നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഈ സങ്കല്പം വളരെ മഹത്തരമാണ്. ഭാരത് മാത എന്ന സങ്കല്പം, ആ സങ്കല്പം സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ജനകോടികളെ ആവേശം കൊള്ളിച്ച ഒന്നാണ്. അതിന് നിശ്ചിത മുഖച്ഛായ കൽപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. പെട്ടെന്നിതാ RSSന്റെ ഒരു സങ്കല്പത്തിലെ ഭാരതമാതാവ് എല്ലാവരും അംഗീകരിക്കേണ്ട ചിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ രംഗത്ത് വന്നിരിക്കുന്നു. സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ മുമ്പില്ലാത്തതുപോലെ അദ്ദേഹം കൽപ്പിക്കുന്നു ആ ചിത്രമായിരിക്കണം പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവെന്ന്. ആ പെയിന്റിങ്ങിന് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടും വെളിച്ചം തെളിച്ചുകൊണ്ടുമേ ഒരു പൊതു ഫംഗ്ഷൻ ആരംഭിക്കാവൂവെന്ന് അദ്ദേഹം പറയുന്നു. അതെല്ലാം ഒരു RSS പ്രവർത്തകന് തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വലിയ പദവിയുടെ ചുമതലയെപ്പറ്റിയും കടമയെപ്പറ്റിയും ബോധ്യമുള്ള ആൾ അത്തരം സാക്ഷ്യം പിടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വളരെ വിനയപൂർവ്വം കേരളത്തിൻ്റെ കൃഷിമന്ത്രി പറഞ്ഞത് ആ വ്യവസ്ഥയ്ക്കെല്ലാം മുമ്പിൽ തലകുനിച്ചുകൊണ്ടേ ഈ പരിപാടി അവിടെ നടത്താവൂ എന്ന് വ്യവസ്ഥയുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ വിനയപൂർവ്വം പിന്മാറുന്നുവെന്ന് പറഞ്ഞു. ആ പരിപാടി കൃഷിമന്ത്രി നടത്തിയത്, ഗവൺമെൻറ് നടത്തിയത് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് വെച്ച്, ആ കോമ്പൗണ്ടിൽ വെച്ചാണ്. അതാണ് കേരള ഗവൺമെൻറ്. ഞങ്ങൾ കൺഫ്രണ്ട് ചെയ്യാൻ പോയിട്ടില്ല. ഞങ്ങൾ പിന്നോട്ട് മാറി. എന്നിട്ട് ഞങ്ങൾ എല്ലാ ആദരവോടും കൂടി ഭരണഘടനയെയും ദേശീയ മൂല്യങ്ങളെയും എല്ലാം പാലിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരുടെ എല്ലാ ഉത്തരവാദിത്വവും പാലിച്ചുകൊണ്ട് അത് ഞങ്ങൾ ചെയ്തു. നിർഭാഗ്യവശാൽ രാജ്ഭവനിലെ ചടങ്ങിൽ വെച്ച് ഗവർണർ വീണ്ടും പറയുകയാണ് എല്ലാ ചടങ്ങിലും ഈ പെയിന്റിംഗ് ഉണ്ടാകുമെന്ന്. രാജ്ഭവന്റെ പ്രധാനപ്പെട്ട ഹാളിൽ സ്ഥിരമായിട്ട് ഈ ചിത്രമുണ്ടാകുമെന്ന് പറയുന്നു. എല്ലാ പരിപാടികളുടെയും കേന്ദ്രസ്ഥാനത്ത് ആ ചിത്രം വേണമെന്ന് സാക്ഷ്യം പിടിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഒരു സ്വയം സേവകന് അങ്ങനെ ചെയ്യാം, പക്ഷെ ഒരു ഗവർണർ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഗവർണർക്ക് വലുത് മറ്റൊന്നുമല്ല, ഭരണഘടനയായിരിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് വലുത് ഭരണഘടനയാണോ അതോ RSS ആണോ? ഭരണഘടനയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പിടിവാശിയിൽ നിന്ന് മാറേണ്ടി വരും. അതല്ല, അദ്ദേഹത്തിന് വലുത് RSS ആണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞതൊക്കെ വീണ്ടും പറയാൻ പറ്റും. പക്ഷെ അത് ഇന്ത്യക്കും ജനകീയ ഐക്യത്തിനും സർവോപരി പലതര മൂല്യങ്ങൾക്കും ഭരണഘടനയ്ക്കും ഉചിതമല്ല എന്ന കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയാണ്. ഞങ്ങൾ ചെയ്ത കാര്യം എന്താ? ഞങ്ങൾ പറയുകയാണ്, ഭാരതാംബ എന്ന് പറഞ്ഞ മഹത്തായ സങ്കല്പത്തിന്റെ പ്രതീകം ഈ കൊടിയാണ്. ഇന്ത്യൻ ജനകോടികളെ എന്നും ആവേശം കൊള്ളിച്ച ഈ മൂവർണ്ണ കൊടി, അതാണ് ഇന്ത്യക്ക് പ്രതീകം, ഭാരതാംബയുടെ. ആ പ്രതീകമായി കൊടിയെ കണ്ടുകൊണ്ട് ഞങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട്.